പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ? വെൽക്കം ടു ഡേ 23 ഓഫ് അവർ ജേർണി. ഒരിക്കൽ ഒരാൾ തൻ്റെ വീടിൻ്റെ ജാലകത്തിലൂടെ അയൽവാസി ഉണങ്ങാനിട്ട വസ്ത്രങ്ങൾ നോക്കി പറഞ്ഞു, അയൽക്കാരിക്ക് തുണി അലക്കാൻ അറിയില്ല, നോക്കൂ, ആ വസ്ത്രങ്ങളിൽ ഇപ്പോഴും കറയുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അയാൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ഒരു ദിവസം അയാൾ തൻ്റെ ജനലിലെ ഗ്ലാസ് ഒന്ന് തുടച്ചു വൃത്തിയാക്കി. അപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. അയൽവാസിയുടെ തുണി അലക്കിയത് മോശമായിട്ടല്ല, തൻ്റെ ജനലിലെ അഴുക്കായിരുന്നു അയാൾക്ക് മറ്റുള്ളവരും കണ്ടത്. ഇഫ് യുവർ വിൻഡോ ഈസ് ഡേർട്ടി, ദ ഹോൾ വേൾഡ് ലുക്സ് സ്റ്റെയിൻഡ്. ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഒരു പ്രധാന കാര്യം പഠിക്കാം. നമ്മുടെ ഉള്ളിലെ വെളിച്ചം മങ്ങാതിരിക്കട്ടെ. കീപ് യുവർ ഇന്നർ ലൈറ്റ് പ്യുവർ. യേശു പറഞ്ഞു, നിന്റെ കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. അത് നല്ലതല്ലെങ്കിൽ ശരീരം മുഴുവൻ ഇരുട്ടിലാകും. നമ്മൾ ലോകത്തെയും മറ്റുള്ളവരെയും എങ്ങനെ നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം ഇരിക്കുന്നത്. പുറമേ പാത്രം കഴുകുന്നത് പോലെ ആചാരങ്ങൾ പാലിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഹൃദയമാകുന്ന ഉള്ളിലെ പാത്രം ശുദ്ധമാകണം. നമ്മൾ മറ്റുള്ളവരിൽ കുറ്റം മാത്രം കാണുന്നവരാണോ? എങ്കിൽ നമ്മുടെ ഉള്ളിലെ കണ്ണ് അല്പം മങ്ങിയിട്ടുണ്ടാകാം. ഇന്ന് മറ്റുള്ളവരെ വിധിക്കുന്നതിനു മുമ്പ് നമ്മുടെ ഉള്ളിലെ അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും കറകളൊന്ന് കഴുകിക്കളയാം. അപ്പോൾ ലോകം മുഴുവൻ കൂടുതൽ മനോഹരമായി തോന്നും. ചെക്ക് യുവർ ഇന്നർ ലെൻസ് ടുഡേ. വെൻ യു ക്ലീൻ യുവർ ഹാർട്ട്, യു സീ ഗോഡ്സ് ബ്യൂട്ടി ഇൻ എവ്രി വൺ. നോട്ടം ശരിയായാൽ ജീവിതം വെളിച്ചമുള്ളതാകും. എ പ്യുവർ ഹാർട്ട് ക്രിയേറ്റ്സ് എ ബ്രൈറ്റ് വേൾഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.